ആകപ്പാടെ ചൂടും അടക്കിപ്പറിച്ചിലിന്റെ ബഹളവും പ്ലിങ് ആയിരുന്നു. പേർഷ്യന്ന് വരുമ്പോഴേ ഉണ്ടായിരുന്നത്രേ. നാട്ടിലെത്തും മുമ്പേ മരിച്ചു. ആരുടെയൊക്കെയോ അടക്കിപ്പറിച്ചിലുകളിൽ നിന്ന് കിട്ടിയ വിവരം ഇതായിരുന്നു. ആളുകൾ ഒഴിഞ്ഞ വിശാലമായ മുറിയിൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. കാണേണ്ടവർക്ക് കാണാം. ആരോ വിളിച്ച് പറയുന്നുണ്ട്. ആളുകൾ തിങ്ങിക്കയറുന്നതിനിടയിൽ കൂടി അവളും അകത്തു കയറി. ആളുകൾ മയ്യത്ത് കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് പോകുമ്പോൾ അവൾ മുറ്റം കാണാൻ പറ്റുന്ന മുറി തേടുകയായിരുന്നു. ആ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട്. എന്തായാലും അത്തരത്തിലൊരു മുറിയിലെ ജനാലയ്ക്കടുത്ത് സ്ഥാനം പിടിച്ചു. തിരക്ക് കൂടിക്കൂടി വന്നു. ജനാലയ്ക്കരികിൽ നിൽക്കുമ്പോൾ അവൾക്കൊന്നേ വേണ്ടിയിരുന്നുള്ളൂ, അബൂക്കയെ കാണണം. അങ്ങേ മൂലയിൽ മാറി ഒരു തൂണിലേക്ക് തലയും ചായ്ച്ച് താഴേക്കു തന്നെ നോക്കിയിരിക്കുകയാണ് അബൂക്ക. ചെന്നൊന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി അവൾക്ക്. അത്രയും തളർന്നിരിക്കുന്നു. ആരൊക്കെയോ മയ്യത്തു കണ്ടിറങ്ങുന്നുണ്ട്. അബൂക്ക മാത്രം അനങ്ങുന്നില്ല. അതേ ഇരിപ്പു തന്നെയാണ്. അബൂക്കയ്ക്ക് ആയിഷയെ അങ്ങനെ കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഖദീജയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അബൂക്കയുടെ കഥയിലെ പ്രിയപ്പെട്ടവളെ ഒരു നോക്കൊന്നു കാണാൻ, ആ മുഖമൊന്നു കാണാൻ. പക്ഷേ ഖദീജ പോയില്ല, കണ്ടില്ല. എനിക്ക് കാണേണ്ട. കാരണം അബൂക്ക കഥകൾ പറയുമ്പോഴെല്ലാം ആ കഥയിലെ ആയിഷയ്ക്ക് എന്നിലെന്നും എൻ്റെ തന്നെ മുഖമായിരുന്നു. ആ മുഖം എന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ മതി. അബൂക്കയുടെ കഥയിൽ ഞാൻ കാണാറുള്ള ആയിഷയ്ക്ക് എൻ്റെ തന്നെ മുഖം മതി, ഖദീജ മനസ്സിൽ പറഞ്ഞു. മയ്യത്തെടുത്തപ്പോൾ അബൂക്ക പതുക്കെ എണീറ്റ് മയ്യത്തിനോടൊപ്പം പോയി. ഹസനിക്കയോട് ചേർന്ന് മയ്യത്തിന് അടുത്തുള്ള നിരയിലായിരുന്നു നടപ്പ്. പ്രിയപ്പെട്ടവന്റെ ഹൃദയം എത്രത്തോളം മിടിക്കുന്നുണ്ടാകും എന്ന് ഖദീജയ്ക്ക് ഊഹിക്കാമായിരുന്നു. സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലെ നിസ്കാരവും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചെത്തി. അബൂക്ക മാത്രം തിരിച്ചെത്തിയില്ല. പിന്നാലെ വന്ന ഹസനിക്കയോട് ചോദിച്ചപ്പോൾ ഇത്തിരി നേരം കൂടി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുവത്രേ. അബൂക്കയുടെ മനസ്സ് പടച്ചോൻ ആയിഷയ്ക്ക് കാണിച്ചിട്ടുണ്ടാകും. അവളുടെ റൂഹ് അബൂക്കയെ പ്രതീക്ഷിച്ചില്ലെങ്കിലും അബൂക്കയുടെ വരവ് അവൾ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇനിയും പടച്ചോന് അത് മറച്ചു വെക്കാൻ പറ്റുമോ? ഇടയ്ക്ക് എപ്പോഴോ തോന്നിയിട്ടുണ്ട് അബൂക്കയ്ക്ക് ആയിഷയായിരുന്നു മംഗലം കഴിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. ഖദീജയുടെ ചിന്തകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ അബൂക്കയോട് പറയും, എന്നേക്കാൾ നിങ്ങൾക്ക് അർഹിക്കുന്നത് ഒരു പക്ഷേ ആയിഷ തന്നെ ആകുമല്ലേ എന്ന്. പക്ഷേ അബൂക്ക എന്നും അതിനെ എതിർത്തിട്ടേ ഉള്ളൂ. ഖദീജ, നിന്നോളം ആയിഷയെപ്പോലും ഇന്ന് എന്നിലില്ല. നിന്നോളം മറ്റൊരു മനുഷ്യനും എന്നെ അർഹിക്കുന്നുമില്ല. എനിക്കെപ്പോഴും സംശയം നിന്നെ ഞാൻ അർഹിക്കുന്നുണ്ടോ എന്നാണ് എന്നായിരിക്കും അബൂക്കയുടെ മറുപടി. ഇടയ്ക്കൊക്കെ അത് കേൾക്കാൻ വേണ്ടി മാത്രം അവൾ ഇതേ വിഷയം സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു കുളിരാണ്. പ്രിയപ്പെട്ടൊരു മനുഷ്യനും നമ്മളും പ്രിയപ്പെട്ടതാണെന്ന് എത്ര കേട്ടാലും മതിവരാത്ത ഒരു കാര്യമല്ലേ. കുറേ നേരത്തിന് ശേഷം അബൂക്ക ഒറ്റയ്ക്ക് മടങ്ങി വന്നു. പതിയെ പതിയെ മടിച്ചാണ് വന്നത്. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. മടങ്ങി. മടക്കയാത്രയിൽ ഹസൻക ആയിഷയുടെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് കളിച്ചതും പഠിച്ചതും. ഹസൻകുട്ടി ഒരു പെരുന്നാളിന് ഹാജിയാരുടെ വീട്ടിലേക്ക് വന്നതും ആയിഷയെ കണ്ട് ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചതുമൊക്കെ ഓരോന്നും അവൾ അങ്ങനെ ഇരുന്ന് മൂളിക്കൊടുത്തു. ഈ കഥകളൊക്കെ അവൾക്കറിയാമായിരുന്നു. അബൂക്കയെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന അബൂക്കയെ തലോടുമ്പോഴും അവളുടെ മടിത്തട്ടിന് അബൂക്കയുടെ കണ്ണുനീരിൻ്റെ ചൂടറിയുമായിരുന്നു. ഇപ്പോഴും അലയടിച്ചു കരയുകയാണ് എന്ന് തോന്നുന്നു. മനുഷ്യർക്ക് സ്നേഹവും കരുതലും നൽകാൻ, മനസ്സിൽ സൂക്ഷിക്കാൻ, അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നോ നമ്മുടെ ജീവിതത്തിലോട്ട് എല്ലാ കാലവും ചേർത്ത് നിൽക്കണമെന്നോ നിർബന്ധമില്ലെന്ന് തോന്നുന്നു. എത്ര മനോഹരമായാണ് ഓരോ മനുഷ്യർ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ആയിഷ എന്ന പേര് ആദ്യമായി കേൾക്കുന്നത് അവളുടെ ആദ്യ രാത്രിയിലായിരുന്നു. ഏറെ സങ്കടം തോന്നിയിരുന്നു. ആയിഷയെക്കുറിച്ചൊക്കെ അബൂക്ക വാതോരാതെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവന് നമുക്ക് മുമ്പേ അല്ലെങ്കിൽ നമ്മളിലേറെ മറ്റൊരു മനുഷ്യനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ അത്രയധികം സ്നേഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ഹൃദയത്തിനാണ് സഹിക്കാനാവുക?